നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പെൺകുട്ടിയില്ലേ, ഈ പെൺകുട്ടി പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ ചെയ്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ ഈ പെൺകുട്ടിക്ക് സ്വന്തം അച്ഛനെയും ഭർത്താവിനെയും നഷ്ടമായി. താൻ ചെയ്ത ഈ പ്രവൃത്തി മൂലം ഇതുപോലൊരു അപകടം സംഭവിക്കുമെന്ന് ആ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ആരാണ് ഈ പെൺകുട്ടി? എന്താണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരുപക്ഷെ നമ്മളുടെ എല്ലാം കുടുംബത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. 2018 മെയ് മാസം തിരുവനന്തപുരം ജില്ലയിലെ നേമം എന്ന് പറയുന്ന സ്ഥലത്താണ് കേസിന് ആസ്പദമായ ഈ സംഭവം നടക്കുന്നത്. ഉദയകുമാറും ഭാര്യ സിന്ധുവും തങ്ങളുടെ 19 വയസ്സ് മാത്രം പ്രായമുള്ള അലീന എന്നു പേരുള്ള മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. വളരെ നല്ലൊരു ബന്ധം പെട്ടെന്ന് അവർക്ക് മുന്നിൽ വന്നതുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഇതുപോലൊരു തീരുമാനം എടുത്തത്. അലീനയുടെ വരനായിട്ട് മാതാപിതാക്കൾ കണ്ടുപിടിച്ചത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന കൃഷ്ണകുമാറിനെയാണ്. സുധാകരൻ പ്രഭാവതി ദമ്പതികളുടെ ഒരേ ഒരു മകനാണ് കൃഷ്ണകുമാർ. ആൾ കാണാൻ നല്ല സുന്ദരനാണ്, നല്ല ജോലിയുണ്ട്, നല്ല സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിലെയാണ്. സോ മകൾക്ക് ചേർന്ന് നല്ലൊരു വരനെ തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തത് എന്ന സന്തോഷത്തിലാണ് അലീനയുടെ അച്ഛനായിട്ടുള്ള ഉദയകുമാർ. ഭർത്തൃ വീട്ടുകാർ സ്ത്രീധനമൊന്നും ചോദിച്ചില്ല എങ്കിലും ഒരു കാറും 40 പവൻ്റെ സ്വർണവും പിന്നെ പണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദയകുമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ഒരു 20 സെൻറ്റ് സ്ഥലമുണ്ട്, അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാമെന്നാണ് ഉദയകുമാർ ആ വീട്ടുകാരോട് പറഞ്ഞത്. ഇതൊരു സ്ത്രീധനം എന്ന രീതിയിലല്ല കേട്ടോ, തങ്ങളുടെ മകളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ സന്തോഷം എന്ന രീതിയിൽ തന്നെയാണ് ഉദയകുമാർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാഡംബരപൂർവ്വം അലീനയുടെയും കൃഷ്ണകുമാറിൻ്റെയും വിവാഹം കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ നല്ല ചേർച്ചയുണ്ട് അല്ലേ, നല്ല ചേർച്ചയുള്ള ഭാര്യയും ഭർത്താവും. വെളിയിൽ നിന്നും കാണുമ്പോൾ നല്ല ചേർച്ചയെല്ലാം തോന്നുന്നുണ്ട് എങ്കിലും അവർ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അതത്ര രസത്തിലായിരുന്നില്ല. അതായത് അലീനയുടെ മാതാപിതാക്കൾ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചുമാണ് വളർത്തിയത്. അലീനയെ കഷ്ടപ്പാടൊന്നും അറിയിച്ചിട്ടില്ല. അത് മാത്രമല്ലാതെ അലീനയെ കൊണ്ട് വീട്ടിലെ പണികളൊന്നും ചെയ്യിപ്പിക്കില്ല. എപ്പോഴും ഒരു നല്ല ഫ്രീഡം കൊടുത്തിട്ട് വളരെ സുഖ സൗകര്യത്തോടു കൂടിയാണ് അലീന തൻ്റെ സ്വന്തം വീട്ടിൽ ജീവിച്ചു വന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രീതികൾ വേറെയാണെന്നും ആ രീതിക്കനുസരിച്ച് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് സമയം വേണ്ടിവരും, അതുകൊണ്ട് നീ അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി നീ ഇടപഴകണം എന്നുള്ള കാര്യമൊന്നും തന്നെ ഈ വീട്ടുകാർ അലീനയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അലീനയുടെ മാതാപിതാക്കൾ അലീനയ്ക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല എങ്കിലും അലീനയുടെ അമ്മ ബിന്ദു ഈ പറയുന്ന ഭർത്തൃ വീട്ടുകാരോട് തൻ്റെ മകളെ പറ്റിയിട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ പണി ചെയ്ത് ശീലമില്ല, അതുമാത്രമല്ലാതെ അവൾ വീട്ടിൽ പെരുമാറുന്നത് ഈ രീതിയിലാണ്. ഒരുപക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും അവൾ രാവിലെ എഴുന്നേൽക്കുക. ഒരാവശ്യം വന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ചായ ഇട്ട് കൊടുക്കാനോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിൽക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അലീനയ്ക്ക് അറിയില്ല എന്നുള്ളത് ബിന്ദു ഭർത്തൃ വീട്ടുകാരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായിട്ട് കൃഷ്ണകുമാറിൻ്റെ വീട്ടുകാർ പറഞ്ഞത്, അതൊന്നും പേടിക്കണ്ട, അവൾ 19 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയല്ലേ, അവൾ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലിരുന്നത് അതേപോലെ തന്നെ ഈ വീട്ടിലിരിക്കട്ടെ, അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള പണിയൊന്നും ഇവിടെ ഇല്ല, ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റിയ പണിയൊക്കെ തന്നെ ഉള്ളൂ എന്ന രീതിയിലാണ് കൃഷ്ണകുമാറിൻ്റെ അമ്മ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മുൻധാരണ വിവാഹത്തിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എങ്കിലും വിവാഹത്തിന് ശേഷം ഇതെല്ലാം തന്നെ തകിടം മറിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിയുന്നതും ആ വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായി തുടങ്ങി. അലീന തൻ്റെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുക അതേപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നത്. രാവിലെ ഒരുപാട് ലേറ്റായിട്ടൊക്കെ എണീക്കുള്ളൂ, അത് മാത്രമല്ലാതെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അതുകൂടാതെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുകയോ ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കുകയോ ഇങ്ങനെയൊന്നും ചെയ്തു വരുമായിരുന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരുപക്ഷെ ആ വീട്ടുകാർ അത് കാര്യമാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഓരോരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ നീ ചെയ്യണം, ഈ രീതിയിൽ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഭർത്തൃ വീട്ടുകാർ അലീനയോട് പറയാനായി തുടങ്ങി. ആദ്യം സാധാരണ രീതിയിലാണ് പറയുന്നത് എങ്കിൽ പിന്നീട് അത് ശാസിക്കുന്ന രീതിയിലേക്ക് മാറി. അലീനയെ സംബന്ധിച്ചിടത്തോളം അലീനയുടെ മാതാപിതാക്കൾ അലീനയെ പൊന്നു പോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവളൊന്ന് വിഷമിക്കാനോ അതല്ലെങ്കിൽ അവളൊന്ന് പരിഭവപ്പെടാനോ ഒരു സാഹചര്യവും ആ വീട്ടുകാർ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ അച്ഛനായിട്ടുള്ള ഉദയകുമാറിന് അലീനയെ ജീവനായിരുന്നു. തന്നെ ചുറ്റും കൂടി സ്നേഹിക്കുകയും ലാളിക്കുകയും ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും ചെയ്യുന്ന അതുപോലുള്ള ആളുകളുടെ ഇടയിൽ
കടയിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ശാസനകൾ കേട്ടു തുടങ്ങിയപ്പോൾ അലീനയ്ക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. തനിക്ക് എന്താണ് ഭർത്തൃ വീട്ടിൽ സംഭവിക്കുന്നത്? തന്നെ ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും വേദനിപ്പിക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ്. അതുകൂടാതെ ഭർത്താവ് പോലും എന്നെ ഒരുപാട് ചീത്ത പറയുന്നു. ഇങ്ങനെ പൊടുപ്പും തുങ്ങലും വെച്ച് ഒരുപാട് കാര്യങ്ങൾ അലീന തൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. തൻ്റെ മകളുടെ വായിൽ നിന്നും ഇതുപോലൊരു കാര്യം കേട്ടപ്പോൾ തൻ്റെ മകളെ ഒരുപാട് സ്നേഹിച്ച ഉദയകുമാറിന് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അയാൾക്ക് മരുമകൻ്റെ മേലെയും മരുമകൻ്റെ വീട്ടുകാരോടും വല്ലാത്ത ദേഷ്യം തോന്നി തുടങ്ങി, വല്ലാത്തൊരു വെറുപ്പ് തോന്നി തുടങ്ങി. എൻ്റെ മകളെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ വിവാഹം കഴിച്ചു പോകുന്ന മിക്ക കുടുംബത്തിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ലാളനയിൽ വളർന്ന അലീനയ്ക്ക് ഈ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും മകളുടെ വിഷമങ്ങൾ ഫോണിലൂടെ അറിഞ്ഞ ഉദയകുമാർ വളരെ വേഗത്തിൽ മരുമകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് മരുമകൻ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മരുമകൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നിട്ട് ഈ പറയുന്ന മരുമകൻ്റെ അച്ഛനെയും അമ്മയെയും ഇയാൾ വല്ലാതെ അങ്ങ് ഭീഷണിപ്പെടുത്തി. എൻ്റെ മകളെ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, ഇനിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം തന്നെ മാറും എന്ന രീതിയിലാണ് അവിടെ ചെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഭാര്യയുടെ അച്ഛൻ വീട്ടിൽ കയറി വന്ന് ഇതുപോലൊരു കാര്യം പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് വല്ലാത്തൊരു ദേഷ്യമായി. അയാൾ ഉടൻ തന്നെ തിരിച്ച് ഈ പറയുന്ന അലീനയുടെ അച്ഛനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ചീത്ത പറയാനായി തുടങ്ങി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ തെറി പറയാനും ചീത്ത പറയാനും തുടങ്ങി. ഇത് മാത്രമല്ല, രണ്ടുപേരും വാട്സപ്പ് വഴി കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് വോയിസ് മെസ്സേജ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചത്. വളരെ നിസ്സാരമായ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന ചെറിയ പ്രശ്നം അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് മാറി. മാസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. അലീനയുടെ അച്ഛനായിട്ടുള്ള ഉദയകുമാറും അലീനയുടെ ഭർത്താവായിട്ടുള്ള കൃഷ്ണകുമാറും രണ്ടുപേരും നേരിൽ കണ്ടാൽ സംസാരിക്കില്ല, ഫോണിലൂടെ സംസാരിക്കില്ല. വല്ലാത്തൊരു വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതേ സമയങ്ങളിൽ അലീന ഭർത്തൃ വീട്ടിൽ നടക്കുന്ന ഭർത്തൃ വീട്ടുകാർ തന്നോട് പറയുന്ന ഈ കുത്തുവാക്കുകളും അതല്ലെങ്കിൽ ദേഷ്യപ്പെടലും എല്ലാം തന്നെ കുറച്ച് കൂട്ടിയിട്ട് അച്ഛനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി കൃഷ്ണകുമാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമ്മായി അച്ഛനോടുള്ള ദേഷ്യം എല്ലാം തന്നെ കൃഷ്ണകുമാർ പറഞ്ഞു തീർക്കുന്നത് അലീനയോടാണ്. ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും രണ്ട് വീട്ടുകാരുടെയും ഉള്ളിലുള്ള ആ ഒരു വൈരാഗ്യവും ദേഷ്യവും വിഷമവും എല്ലാം തന്നെ പതിയെ കൂടി വന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അലീന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിൻ്റെ വീട്ടുകാർ അലീനയെ അലീനയുടെ സ്വന്തം വീട്ടിലേക്ക് ആക്കിയതാണ്. 7-ാം മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ചടങ്ങും ഉണ്ടല്ലോ. ഇങ്ങനെ അലീനയെ സ്വന്തം വീട്ടിലേക്ക് ആക്കിയ ശേഷം കൃഷ്ണകുമാർ അലീനയുടെ വീട്ടുകാരുമായിട്ടോ അലീനയുമായിട്ടോ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. വല്ലാത്തൊരു വൈരാഗ്യത്തിലാണ് തുടർന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ അലീനയുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടുപേരും ഫോണിലൂടെയുള്ള തെറിവിളികളും ഭീഷണിപ്പെടുത്തലുകളുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ എന്തൊക്കെ ദേഷ്യം മനസ്സിലുണ്ട് എങ്കിലും തനിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് ആ കുഞ്ഞിനെ കാണാനായിട്ട് വല്ലാത്തൊരു കൊതിയായി. ഇതേ സമയം അലീനയുടെ അച്ഛനായിട്ടുള്ള ഉദയകുമാറിൻ്റെ ഭീഷണിപ്പെടുത്തലുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് പോണ്ട, നീ ഹോസ്പിറ്റലിലേക്ക് പോണ്ട എന്ന്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാർ ഹോസ്പിറ്റലിലേക്ക് പോയി. മകളെ നിരന്തരം ഉപദ്രവിക്കുന്ന മകളുടെ ഭർത്താവ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കാണാൻ വരുന്നുണ്ട് എന്ന് ഉദയകുമാർ അറിഞ്ഞപ്പോൾ അയാൾ മനസ്സിലൊരു കാര്യം കരുതി. ഇവിടേക്ക് വരുന്നവൻ ഒരിക്കലും ജീവനോടെ തിരിച്ചു പോവാൻ പാടില്ല എന്ന്. എന്നാൽ തൻ്റെ ഭർത്താവ് തന്നെ കാണാനും തൻ്റെ കുഞ്ഞിനെ കാണാനും കുറേ മാസങ്ങൾക്ക് ശേഷം വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അലീന ഒരുപാട് സന്തോഷിച്ചു. കാരണം ഇപ്പോൾ അലീനയുടെ മനസ്സിൽ തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ദേഷ്യവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പറയുന്ന ദേഷ്യമെല്ലാം തന്നെ അലീന തൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുറ്റങ്ങളും കുറവുകളും വിളിച്ച് പറഞ്ഞിട്ട്. തുടർന്ന് തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അതിയായ മോഹം കൊണ്ട് ഓടിയെത്തിയ കൃഷ്ണകുമാറിനെ അലീനയുടെ അച്ഛൻ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ഉദയകുമാർ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഉദയകുമാറിൻ്റെ ഭാര്യയോ അലീനയോ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരെയാണ് ഏറ്റവും കൂടുതലായിട്ട് കുറ്റപ്പെടുത്തേണ്ടതെന്ന് അറിയാനായിട്ട് കഴിയുന്നേയില്ല. അതെന്താണെന്ന് വെച്ചാൽ മക്കളെ ഇത്തരത്തിൽ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ട് ഭർത്തൃ വീട്ടുകാരൻ്റെ ആ ഒരു പീഡനം സഹിക്കാൻ കഴിയാതെ ആ വീട്ടിൽ ജീവൻ അവസാനിപ്പിച്ച ഒരുപാട് പെൺകുട്ടികളുടെ കഥയെല്ലാം തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ തൻ്റെ മകൾക്ക് ആ ഒരു ഗതി വരണ്ട, എൻ്റെ മകളെ ആരും അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കേണ്ട എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ടായിരിക്കും ഉദയകുമാർ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് കരഞ്ഞുകൊണ്ട് അലീന തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കെൻ്റെ ഭർത്താവിനെയും എനിക്കെൻ്റെ അച്ഛനെയും ഒരുമിച്ച് കിട്ടുമായിരുന്നു എന്ന്. എൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അലീന പൊട്ടിക്കരയുന്നുണ്ട്. സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത്? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.